നമുക്ക് ബ്ലഡ് ഒന്ന് ഫിൽറ്റർ ചെയ്താലോ? ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ആറുമൽ കളരിക്കൽ. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടാണ്, ഡോക്ടർ നമുക്ക് എങ്ങനെ ബ്ലഡ് ശുദ്ധീകരിക്കാം, എങ്ങനെ ബ്ലഡിലെ മാലിന്യം ഒഴിവാക്കാം? എല്ലാവർക്കും അറിയാം ബ്ലഡ് ശുദ്ധിയാണ്, നമ്മുടെ ഗട്ട് ഹെൽത്തി ആണെങ്കിൽ ഒരു വിധപ്പെട്ട അസുഖമൊന്നും വരത്തില്ല. പക്ഷേ എങ്ങനെ ബ്ലഡ് ശുദ്ധീകരിക്കാം അത് ആർക്കും അറിയത്തില്ല. നമ്മുടെ ആഹാര രീതികളിൽ ഒരു ചെറിയ മാറ്റം വരുത്തുമ്പോൾ തന്നെ ഒരു പരിധി വരെ നമുക്ക് ബ്ലഡ് ശുദ്ധീകരിക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ പറയുന്ന ആഹാരങ്ങളൊന്ന് ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ആദ്യമായിട്ട് ഓട്സ് ആണ്. ഓട്സ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് ഓട്സ് അല്ല, സ്റ്റീൽ കട്ട് ഓട്സ് അല്ലെങ്കിൽ റോൾഡ് ഓട്സ്. ഇതിലുള്ള സോലുബിൾ ആൻഡ് ഇൻസോലുബിൾ ഫൈബേഴ്സ് നമ്മുടെ ബ്ലഡിലുള്ള ചീത്ത കൊളസ്ട്രോൾ, അതായത് LDL കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ HDL കൂട്ടുകയും ചെയ്യും. അടുത്തതായിട്ട് മുരിങ്ങയുടെ തണ്ട്, മുരിങ്ങയുടെ ഇല, മുരിങ്ങയുടെ കാ, ഇതിലെല്ലാം മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ്. മാത്രമല്ല ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ക്യാൻസർ എന്ന രോഗത്തിന് പ്രിവെന്റും ചെയ്യും. മാത്രമല്ല ശരീരത്തിലുള്ള നീർക്കെട്ടിലെല്ലാം കുറയ്ക്കുകയും ചെയ്യും. ഇത് മാത്രമല്ല നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും നമ്മുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആക്കാനും മുരിങ്ങ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുരിങ്ങയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ A ആൻഡ് വൈറ്റമിൻ C നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതായിട്ട് വാൽനട്ട് ആൻഡ് ഫ്ലാക്സീഡ്. ഇതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനാൽ ഡെയിലി ഒരു 5 വാൽനട്ട് കുതിർത്ത് കഴിക്കുന്നതും ഒരു സ്പൂൺ ഫ്ലാക്സീഡ് ഡെയിലി കഴിക്കുന്നതും വളരെ വളരെ നല്ലതായിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് ഉലുവയാണ്. ദിവസവും ഒരു 2 ടീസ്പൂൺ ഉലുവ കുതിർത്ത് കഴിക്കുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും മാത്രമല്ല ബ്ലഡിന്റെ കട്ടി കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അവസാനമായിട്ട് നമ്മൾ ആഹാരത്തിൽ നിന്ന് കഴിക്കും മുന്നേ ഒഴിവാക്കുന്ന കറിവേപ്പിലാണ്. ചില ആളുകൾ കഴിക്കുന്നുണ്ട്, ചില ആളുകൾ കഴിക്കുന്നില്ല. പക്ഷേ ഇന്ന് മുതൽ അത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. കളയരുത്, കഴിക്കുക. നല്ല ഒരു ബ്ലഡ് പ്യൂരിഫയർ ആണ്. മാത്രമല്ല നമ്മൾ ബ്ലഡിലുള്ള ചില രാസവസ്തുക്കളെ നിർവീര്യമാക്കാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആഹാര രീതികളിൽ വരുന്ന മാറ്റം കൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ബ്ലഡ് ശുദ്ധീകരിക്കാൻ പറ്റും. ഇനി ആഹാര ക്രമീകരണം മാത്രം പോരാ, ഒരു ബ്ലഡ് ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. കളരിക്കൽ ആയുർവേദ, കരമന, തിരുവനന്തപുരം.